ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ വ്യതിയാനത്തിനും യുക്രൈൻ പശ്ചിമേഷ്യ യുദ്ധങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് G20 നേതാക്കളുടെ റിയോ ഡി ജനീറോ പ്രഖ്യാപനം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നാളെ. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിലും നാളെ നിയമസഭാ തിരഞ്ഞെടുപ്പ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ അഖിലേന്ത്യാ പോലീസ് സയൻസ് കോൺഗ്രസ് സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കാലാവസ്ഥാ വ്യതിയാനവും ആരോഗ്യ സംരക്ഷണവും സംബന്ധിച്ച കർമ്മ പദ്ധതികൾ ഊർജിതമാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. സംസ്ഥാനത്ത് വളം, കീടനാശിനി തുടങ്ങിയവയുടെ ലഭ്യതയിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 2024 വനിതാ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഹോക്കി സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 19ാമത് G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള റിയോ ഡി ജനീറോ പ്രഖ്യാപനം ഇന്നലെ നടന്നു. സാമൂഹിക ഉൾപ്പെടുത്തൽ, പട്ടിണി, ദാരിദ്ര്യം എന്നിവയ്ക്കെതിരായ പോരാട്ടം, സുസ്ഥിര വികസനം, ഊർജ്ജം, നിർമ്മിത ബുദ്ധി, UN ബഹുമുഖ വ്യാപാര സംവിധാനം തുടങ്ങിയ വിഷയങ്ങൾ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായ നിരവധി വിഷയങ്ങളും പുതിയ പ്രഖ്യാപനത്തിലുണ്ട്. ജൈവ സമ്പദ് വ്യവസ്ഥ, സ്ത്രീ ശാക്തീകരണത്തിനായുള്ള പ്രവർത്തക സംഘങ്ങൾ, ഗവേഷണം, നൂതനാശയങ്ങൾ തുടങ്ങിയവയും ഈ വർഷത്തെ പ്രഖ്യാപനത്തിന്റെ ഭാഗമാണ്. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ വിവിധ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസ്കാരം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ ഇറ്റലി സഹകരണം ശക്തിപ്പെടുത്താൻ ധാരണയായി. ബഹിരാകാശം, ഊർജ്ജം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ കൂട്ടായ പ്രവർത്തനത്തിന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോയുമായി ശ്രീ മോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായി. UK, നോർവെ, പോർച്ചുഗൽ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. മണ്ഡലത്തിൽ വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. ആകെ 184 പോളിംഗ് ബൂത്തുകളാണ് ഉപതെരഞ്ഞെടുപ്പിനായി സജ്ജീകരിച്ചിട്ടുള്ളത്. വോട്ടെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ പരിധിയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ വോട്ടെടുപ്പ് സുഗമമാക്കാനും ക്രമക്കേടുകൾ തടയാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കിയതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർ എസ് ചിത്ര അറിയിച്ചു. തിരഞ്ഞെടുപ്പ് അവബോധ പ്രവർത്തനങ്ങളുടെ ഫലമായി പാലക്കാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുവ വോട്ടർമാരുടെ വലിയ പങ്കാളിത്തമാണുണ്ടായതെന്നും നാളെ നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീപ്പ് പ്രവർത്തനങ്ങളുടെ കൂടെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിൽ ചെറുപ്പക്കാരായ വോട്ടർമാരുടെ നല്ലൊരു വർധനവുണ്ടായിരുന്നു. ശക്തമായിട്ടുള്ള നമ്മുടെ ജനാധിപത്യം മുമ്പോട്ട് പോകണമെങ്കിൽ ഓരോ വോട്ടർമാരും അവരുടെ ശക്തവും വ്യക്തവുമായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തി തന്നെ പോകണം. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 288 സീറ്റുകളിൽ ഒറ്റഘട്ടമായാണ് നാളെ വോട്ടെടുപ്പ്. ഝാർഖണ്ഡിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി. 12 ജില്ലകളിലെ 38 മണ്ഡലങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. നവംബർ 23-നാണ് വോട്ടെണ്ണൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ അഖിലേന്ത്യാ പോലീസ് സയൻസ് കോൺഗ്രസിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. പുതിയ ക്രിമിനൽ നിയമത്തിൽ ഫോറൻസിക്കിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഉപയോഗം, നിർമ്മിത ബുദ്ധി, ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിൽ പോലീസിന്റെ പങ്ക് തുടങ്ങിയ വിഷയങ്ങൾ 2 ദിവസത്തെ സമ്മേളനം ചർച്ച ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 2 ദിവസത്തെ ലാവോസ് സന്ദർശനം നാളെ ആരംഭിക്കും. ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മവാർഷിക ദിനം ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ നേതാക്കൾ ഇന്ദിരാഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയുടെ മോചനത്തിന് ബ്രിട്ടീഷുകാരോട് പടവെട്ടിയ ഝാൻസിയിലെ റാണി ലക്ഷ്മിബായിയുടെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ സ്മരണാഞ്ജലി അർപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും ആരോഗ്യ സംരക്ഷണവും സംബന്ധിച്ച ജില്ലാ, നഗരതല കർമ്മ പദ്ധതികൾ ഊർജിതമാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ട് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. വായു മലിനീകരണം തടയാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ നിർദ്ദേശിച്ചു. ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണം കൂടുതൽ വഷളായി. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കനുസരിച്ച് ഇന്ന് രാവിലെ മേഖലയിലെ ശരാശരി വായു ഗുണനിലവാര സൂചിക 494 വളം, കീടനാശിനി തുടങ്ങിയവയുടെ ലഭ്യതയിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി.
തൃശൂരിൽ കർഷക പ്രതിനിധികളും വളം ഡീലേഴ്സുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയത്. കാർഷിക മേഖലയിലെ പ്രതിസന്ധികളും സാധ്യതകളും ചർച്ചാവിഷയമായി. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20 യുഎസിലെ കേപ്പ് കനാവറിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. വിക്ഷേപണം വിജയകരമായിരുന്നെന്നും ഉപഗ്രഹം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ISRO ചെയർമാൻ S. സോമനാഥ് പറഞ്ഞു. This spacecraft after the launch is going to be positioned at 68° east longitude, providing broadband services and in-flight connectivity primarily on the Indian region. There are going to be about 32 sport beams covering India mainland islands of this region. And primarily this is designed to also to enhance the capacity by providing 8 narrow sport beams over the northeastern region of India, which requires this support for essential communication requirements. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് മുന്നോടിയായി ഈ മാസം 24-ന് സർവകക്ഷി യോഗം വിളിച്ച് കേന്ദ്ര സർക്കാർ. ഇരുസഭകളുടെയും സമ്മേളനം സുഗമമാക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ യോഗത്തിൽ തേടും. ഈ മാസം 25-ന് ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഡിസംബർ 20-ന് അവസാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 24-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 116-ാം പതിപ്പാണിത്. മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലും നമോ ആപ്പിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. ഇന്ത്യയുടെ അടുത്ത കംട്രോളർ ആന്റ് ഓഡിറ്റർ ജനറലായി കെ സഞ്ജയ് മൂർത്തി നിയമിതനായി. നിലവിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം. 2020-ൽ നിയമിതനായ നിലവിലെ CAG ഗിരീഷ് ചന്ദ്ര മുർമുവിന് പകരമാണ് ശ്രീ മൂർത്തിയുടെ നിയമനം. 2024 വനിതാ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഹോക്കി സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് ബീഹാറിൽ തുടക്കമാകും. ആദ്യ മത്സരം ചൈനയും മലേഷ്യയും തമ്മിൽ ഉച്ചയ്ക്ക് 2:15-ന് രാജ്ഗീറിൽ നടക്കും. ഇന്ത്യ ജപ്പാൻ സെമി ഫൈനൽ വൈകിട്ട് 4:45-നാണ്. ശബരിമല തീർത്ഥാടകർക്ക് വഴികാട്ടിയായി സ്വാമി ചാറ്റ് ബോട്ട് എന്ന AI അസിസ്റ്റന്റ്. തീർത്ഥാടകരുടെ യാത്ര കൂടുതൽ സൌകര്യപ്രദവും സുരക്ഷിതവുമാക്കാൻ ലക്ഷ്യമിട്ടാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം വാട്സാപ്പിലൂടെ ചാറ്റ് ബോട്ടിന്റെ സഹായം ലഭ്യമാക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ഈ സംവിധാനത്തിലൂടെ ഭക്തർക്ക് തത്സമയ വിവരങ്ങളും സുരക്ഷാ നടപടികളും അറിയാൻ സാധിക്കും. 6238008000 എന്ന നമ്പരിൽ വാട്സ്ആപ്പ് ആപ്ലിക്കേഷന്റെ സഹായത്തോടെയാണ് ഈ സംവിധാനം ഉപയോഗിക്കാനാവുക. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തെലുങ്ക്, കന്നഡ, തമിഴ് എന്നീ 6 ഭാഷകളിൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. തിരക്കേറിയ തീർത്ഥാടന കാലത്ത് അപകട അത്യാഹിത സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ചാറ്റ്ബോട്ട് സുരക്ഷാ മുന്നറിയിപ്പും നൽകും. ശബരിമലയിൽ തിരക്ക് തുടരുന്നു. നട തുറക്കൽ സമയം കൂട്ടിയത് ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് സുഗമമായ ദർശനത്തിന് സഹായകമായതായി തന്ത്രി കണ്ഠരര് രാജീവര് പറഞ്ഞു. സന്നിധാനവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ തീർത്ഥാടകർ ശ്രദ്ധിക്കണമെന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 974 പോയിന്റ് ഉയർന്ന് 78,317-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 309 പോയിന്റ് നേട്ടത്തിൽ 23,762-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 560 രൂപ വർദ്ധിച്ച് 56,520 രൂപയും ഗ്രാമിന് 7,065 രൂപയുമാണ് ഇന്നത്തെ വില. വയനാട്ടിൽ UDF-ഉം LDF-ഉം വെവ്വേറെ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നടിയുടെ പീഡന പരാതിയിൽ നടൻ സിദ്ദിഖിന് സുപ്രീംകോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ വ്യതിയാനത്തിനും യുക്രൈൻ പശ്ചിമേഷ്യ യുദ്ധങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് G20 നേതാക്കളുടെ റിയോ ഡി ജനീറോ പ്രഖ്യാപനം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നാളെ. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിലും നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ അഖിലേന്ത്യാ പോലീസ് സയൻസ് കോൺഗ്രസ് സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കാലാവസ്ഥാ വ്യതിയാനവും ആരോഗ്യ സംരക്ഷണവും സംബന്ധിച്ച കർമ്മ പദ്ധതികൾ ഊർജിതമാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. സംസ്ഥാനത്ത് വളം, കീടനാശിനി തുടങ്ങിയവയുടെ ലഭ്യതയിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി.
2024 വനിതാ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഹോക്കി സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ജപ്പാനുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.